ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് അവിശ്വസ്തമായി ഇടപെടുവാനുള്ള കാരണങ്ങളും ബന്ധത്തിൽ വിള്ളൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളുമാണ് വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. ചാണക്യനീതിയെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഈ എപ്പിസോഡ് എല്ലാ വിവാഹിതർക്കും വിവാഹത്തിനു വേണ്ടി തയ്യാറാകുന്ന യുവജനത്തിനും പ്രയോജനകരമാണ്. ഈ എപ്പിസോഡിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി ജീവിതത്തിൽ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ കുടുംബജീവിതം കൂടുതൽ സുന്ദരമായി തീരും. ഒന്നാമതായി ആചാര്യ ചാണക്യൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പരസ്പര വിശ്വാസത്തിന്റെ പ്രാധാന്യമാണ്. ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിലൂടെ സംശയങ്ങളും കലഹങ്ങളും പിറക്കുന്നു. സംശയം ഉടലെടുക്കുവാനും വിശ്വാസം നഷ്ടപ്പെടുവാനും കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ദമ്പതികൾ വിട്ടുനിൽക്കുവാൻ തയ്യാറാകണം. ജീവിത പങ്കാളിയിൽ നിന്ന് എന്തെങ്കിലും മറച്ചുവെക്കുന്നതും സ്ഥിരമായി വെറുതെ സംശയത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. ഭാര്യയുടെ ബുദ്ധിമുട്ടുകളോ വികാരങ്ങളോ ഭർത്താവ് മനസ്സിലാക്കാതെ അവഗണന കാണിക്കുമ്പോൾ ഭർത്താവിലുള്ള ആശ്രയത്വം ഉപേക്ഷിച്ച് തന്റെ പ്രയാസങ്ങളും വികാരങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തികളിലേക്ക് ഭാര്യ കൂടുതൽ അടുക്കുവാൻ കാരണമാകുന്നു. ഇത് അയൽവാസികളോ ജോലിസ്ഥലത്തുള്ള വ്യക്തികളോ ആകാം. ഇത് സാവകാശം തെറ്റായ ബന്ധങ്ങളിലേക്ക് വഴി നയിക്കുന്നു. ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നമ്മെ കേൾക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും ആരും ഉണ്ടായി എന്ന് വരികയില്ല. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ ഒരു രഹസ്യവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുവാൻ ദമ്പതികൾ ശ്രദ്ധിക്കണം. താൽക്കാലിക ആശ്വാസത്തിനായി നിങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങളുടെ ജീവിത തകർച്ചയ്ക്ക് തന്നെ കാരണമായി തീരാം. ദമ്പതികൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കുകയും വികാരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യണം. വാക്കിലും പ്രവൃത്തിയിലും ഒരിക്കലും അവഗണന അനുഭവപ്പെടുന്ന വിധത്തിൽ പെരുമാറുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി മാത്രമായിരിക്കണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരനും സുന്ദരിയും. നിസ്സാരങ്ങളായ പ്രശ്നമാണ് പലപ്പോഴും ദാമ്പത്യ തകർച്ചയിലേക്കും ഡൈവോഴ്സിലേക്കും നയിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആസ്പത്രിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സ്ത്രീ അവർ 7 വർഷമായി തന്റെ ഭർത്താവുമായുള്ള ബന്ധം വേർപ്പെടുത്തി കഴിയുകയായിരുന്നു. കുറച്ചു സമയത്തെ ഞാനുമായുള്ള സംസാരത്തിന് ശേഷം എന്റെ പ്രേരണയാൽ അവർ തന്റെ ഭർത്താവിനെ ഫോൺ വിളിച്ചു. ആസ്പത്രിയിൽ അഡ്മിറ്റായിരുന്ന ആ സ്ത്രീയെ കാണാൻ 7 വർഷം അകന്നു നിന്ന ഭർത്താവ് വന്നു. അവരെ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഭർത്താവ് തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് വർഷങ്ങളായി അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഒരു ഫോൺ കോൾ അത് മതി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ. നിങ്ങളുടെ മുമ്പിൽ സുന്ദരമായ ഒരു ജീവിതമുണ്ട്. തെറ്റുകൾ തിരുത്തി യാത്ര പുനരാരംഭിക്കുക. ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയാത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായ ജീവിത പങ്കാളികളായി തീരുക. ഡിവോഴ്സ് ഒരിക്കലും പരിഹാരമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയമാണ്. രണ്ടാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് ദമ്പതികൾ തമ്മിൽ അധികാരപ്രയോഗത്തിന് ശ്രമിക്കാതെ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായി കാര്യങ്ങൾ ചെയ്യുവാൻ ശീലിക്കണമെന്നാണ്. ഭർത്താവ് ഭാര്യയെ ഒരടിമയെ പോലെ പരിഗണിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അടിച്ചമർത്തലിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കും. ഒരു ബന്ധത്തിൽ അസമത്വവും അധികാരപ്രയോഗവും ഉണ്ടാകുമ്പോൾ അത് ബന്ധത്തിലുള്ള മുറിവായി തീരുന്നു. ഒരാൾ മറ്റൊരാളുടെ മേൽ അധികാരപ്രയോഗം നടത്തുമ്പോൾ അധികാരപ്രയോഗത്തിന് വിധേയമാകുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വിശ്വാസവും നഷ്ടപ്പെടുന്നു. ഇത് ശക്തമായ മാനസിക പ്രക്ഷുബ്ധതയ്ക്ക് കാരണമായി തീരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ആലോചിച്ച് തീരുമാനമെടുക്കുകയും ഒത്തൊരുമിച്ച് പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്യണം. ദമ്പതികളിൽ ഓരോരുത്തർക്കും സ്വതന്ത്രമായി ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവകാശമുണ്ടായിരിക്കണം. മൂന്നാമതായി ആചാര്യ ചാണക്യൻ കുടുംബ തകർച്ചയ്ക്കും ഭാര്യ വഴിവിട്ട ബന്ധത്തിലേക്കും പോകുന്നതിന് കാരണമായി പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്.
ഭാര്യയുടെ അവശ്യകാര്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ ഭർത്താവിന് പണമില്ലാതെ വരികയും ഭാര്യ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ ആശ്രയിക്കാൻ കാരണമായി തീരുകയും ചെയ്യുന്നതിലൂടെ ഭാര്യയ്ക്ക് സാവകാശം മറ്റുള്ളവരിലേക്കുള്ള വിധേയത്വം ഉളവാകുന്നു. ഭർത്താവ് അറിയാതെ ഭാര്യ ആരോടെങ്കിലും കടം വാങ്ങാൻ ഇടവരുകയും തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ വരികയും ചെയ്താൽ കടം കൊടുത്തയാൾ ഭാര്യയെ മാനസികമായി ചൂഷണം ചെയ്തേക്കാം. ഇത് തെറ്റായ ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുവാൻ കാരണമായി തീരുന്നു. അതിനാൽ തന്നെ ഭാര്യ ഒരു കാരണവശാലും ഭർത്താവ് അറിഞ്ഞോ അറിയാതെയോ പരപുരുഷന്മാരിൽ നിന്ന് കടമോ ഗിഫ്റ്റുകളോ വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാ കടവും ഗിഫ്റ്റുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധ്യത സൃഷ്ടിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ആലോചിക്കുകയും സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്യുക. ഒരു കാര്യത്തിലും ആർഭാടം കാണിക്കാൻ നിൽക്കാതെ ധനവിനിയോഗം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും മാറും. ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ മുന്നോട്ടു പോവുക. നാലാമതായി, ഭാര്യ ഭർത്താവിൽ നിന്ന് അകന്നു പോകാൻ കാരണം ആശയവിനിമയത്തിന്റെ കുറവാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ചയ്ക്ക് പ്രധാന കാരണം തന്നെയായി മാറുന്നത് പരസ്പരം സംസാരിക്കുവാനും വികാരങ്ങൾ പങ്കുവയ്ക്കുവാനും ആവശ്യമായ സമയം കണ്ടെത്താത്തതാണ്. ആധുനിക കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരും കൂടുതൽ സമയവും ജോലിസ്ഥലത്തായിരിക്കാം. അവർ കൂടുതൽ സമയവും ഇടപഴകുന്നതും സഹപ്രവർത്തകരുമായിട്ടായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ ജോലിഭാരം നൽകുന്ന ക്ഷീണത്തോടെ വീട്ടിൽ വരുന്ന ദമ്പതികൾക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും പങ്കുവയ്ക്കുവാൻ സമയം കിട്ടാതെ പോകുന്നു. തൽഫലമായി തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാൻ പങ്കാളിക്ക് പകരം സഹപ്രവർത്തകരെ തിരഞ്ഞെടുക്കുവാൻ വ്യക്തികൾ വൈകാരികമായി നിർബന്ധിതരായിത്തീരുന്നു. ഇത് തെറ്റായ സൗഹൃദങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതയായി പരിണമിക്കുന്നു. എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും ജീവിത പങ്കാളികൾ ദിവസവും സംസാരിക്കുവാനും വികാരങ്ങൾ പങ്കുവയ്ക്കുവാനും സമയം കണ്ടെത്തണം. ജോലിസ്ഥലത്ത് ഒരു കാരണവശാലും വ്യക്തിപരതയിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ കാര്യങ്ങൾ ആരുമായും ഷെയർ ചെയ്യാതിരിക്കുക. ദമ്പതികൾ പരസ്പരം ആശ്രയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക. വിദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഫോണിലൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക. ജോലി ഭാരത്തെക്കുറിച്ച് ചോദിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക. കഴിവതും ദമ്പതികൾ അകന്നു നിൽക്കാതെ അടുത്തായിരിക്കും വിധം ജോലി ക്രമീകരിക്കുക. അഞ്ചാമതായി, ഭർത്താവിൽ നിന്ന് ഭാര്യ അകന്നു പോകാൻ കാരണം മാനസിക അകൽച്ചയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ശക്തമായി നിലനിൽക്കണമെങ്കിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ ശക്തമായ ലയം സാധ്യമാകണം. ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹപരിലാളനങ്ങൾ ലഭിക്കാത്ത ഭാര്യ തങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന സാധ്യതകളിലേക്ക് വഴുതി വീഴുന്നു. പലപ്പോഴും ഭാര്യ തന്റെ മനസ്സിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും അസംതൃപ്തികളും ഭർത്താവിനോട് തുറന്നു പറയാത്തത് മൂലം അവരുടെ മാനസികാവസ്ഥ തിരിച്ചറിയാൻ ഭർത്താവിന് കഴിയാതെ പോകുന്നു. ദമ്പതികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും പരസ്പരം പങ്കുവയ്ക്കുവാൻ മടിക്കരുത്. പരസ്പരം കുറവുകളും ബലഹീനതകളും മനസ്സിലാക്കി പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതം എത്രമാത്രം വിരസമായിരിക്കും. ആറാമതായി, ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത് മുൻകാലത്ത് സംഭവിച്ച വീഴ്ചകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം ദമ്പതികളെ അകറ്റുന്ന പ്രധാന ഘടകമാണെന്നാണ്. ഒന്നിച്ച് ദീർഘകാലം ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ആ കാര്യങ്ങൾ ക്ഷമിക്കുകയോ പരിഹരിക്കുകയോ ചെയ്യാതെ മുന്നോട്ട് പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. ദമ്പതികളിൽ ഒരാൾക്ക് വേദനയുളവാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കുവാൻ മറ്റേയാൾ ശ്രദ്ധിക്കണം. തന്റെ ഇഷ്ടമനുസരിച്ച് മുമ്പോട്ട് പോകുമെന്ന കടുംപിടുത്തം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. തെറ്റുകൾ സംഭവിച്ചാൽ ആവർത്തിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുവാനും. പലപ്പോഴും മറക്കുവാൻ ആഗ്രഹിക്കുന്ന തെറ്റുകളെ ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കുന്ന പങ്കാളി തീർത്തും മോശമായി ഇടപെടുന്നു. ഇത് ദാമ്പത്യ തകർച്ചയിലേക്ക് നയിക്കുന്നു. ഏഴാമതായി, ദാമ്പത്യ ജീവിതം തകരുവാനും ഭാര്യ ഭർത്താവിൽ നിന്ന് അകന്ന് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുവാനും കാരണമായി ആചാര്യ ചാണക്യൻ പറയുന്നത് രണ്ടുപേരുടെയും ആശയങ്ങളും ആദർശങ്ങളും ജീവിത ലക്ഷ്യങ്ങളും വ്യത്യസ്തമായിരിക്കുന്നതാണ്.
ദമ്പതികൾ പരസ്പരം വളർത്തുകയും വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുകയും ഇഷ്ടങ്ങളെ മാനിക്കുകയും ചെയ്യണം. ഇരുപേരും ചേർന്നുള്ള ജീവിതയാത്രയിൽ പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും സ്വന്തം ആഗ്രഹങ്ങളും മോഹങ്ങളും തൻ്റെ പങ്കാളിക്ക് വേണ്ടി ബലികഴിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ജീവിതം സുന്ദരവും ആ സ്നേഹം പൂർണ്ണവുമായിരിക്കുകയുള്ളൂ. വില്ലേജ് ലൈറ്റിൻ്റെ ഈ എപ്പിസോഡ് പ്രയോജനകരമായി തീർന്നുവെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.